സാറല്ലേ? ആ അതെ. എന്ത്? ഞാൻ പെരിയാർ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്, പാരിജാതൻ. ആഹാ, അത് ശരി. ആ കുത്തിരിക്ക്. സാറേ, ഞങ്ങൾ ഒരുപാട് കാലങ്ങളായി ഓഫീസിൽ പരാതി തരാൻ തുടങ്ങിയിട്ട്. അത് ശരി. ഞങ്ങൾ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരാണ്. ഈ പുഴയുടെ സൈഡിലുള്ള വലിയ വലിയ കമ്പനികളിൽ നിന്ന് രാസമാലിന്യങ്ങൾ ഒഴുക്കി വരുന്നതുകൊണ്ട് മീനൊക്കെ ചത്തുപൊങ്ങണേണ്. അവിടെ പരിസര പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരാണ് ഇവര്. 2-3 മാസമായിട്ട് പണിയെടുത്തിട്ട് ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മംഗലാപുരത്തു നിന്നൊക്കെയാണ് ഈ ചീഞ്ഞ അയച്ചിട്ട മീനൊക്കെ വരുന്നത്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ മീന് മംഗലാപുരത്ത് നിന്നാ ഞങ്ങൾ വരുന്നത്? നിങ്ങളടുത്ത് പറഞ്ഞു അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് അയച്ചിട്ടത്. സാറേ, ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. ഞാൻ ഈ പ്രശ്നം ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ കേൾക്കാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ പ്രശ്നം. സാറേ, ഞങ്ങൾ പരാതി തരണല്ല. സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജാതി വാർത്തകളൊക്കെ ഇവിടെ നിരന്തരം മണിക്കൂറിൽ 3 പേര് വന്ന് കയറുന്നുണ്ട് ഇവിടെ. ഈ പെരിയാറിലെ കാര്യം തന്നെ പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒന്ന് വെള്ളം മുക്കി പരിശോധനക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോകണമാണ്. എന്നിട്ട് വല്ല നടപടി സ്വീകരിച്ചോ? 2 മാസം മുമ്പ് പരിശോധിച്ചല്ല. നിങ്ങൾ ആ കടപ്പുറത്ത് കയറുന്ന ബഹളം ഉണ്ടാക്കണത് ഇവിടെ കാട്ടിയിട്ട് കാര്യം. അത് ഓഫീസാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഇവിടുന്ന് വെള്ളം മുക്കി അങ്ങോട്ട് പരിശോധിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയാണ്ട് കൊണ്ട് പരിശോധിക്കൊന്നുമില്ല. നിങ്ങളുടെ ഈ പരാതി അനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ പ്രാവശ്യം പരാതിക്ക് അനുസരിച്ച് അവിടെ നിന്ന് ചെന്ന് അവിടുത്തെ ഓരോ പ്രദേശത്തെയും വെള്ളം എടുത്ത് അത് പരിശോധനയ്ക്ക് അയക്കും. എന്നിട്ട് അതിന്റെ റിസൾട്ട് ഇവിടെ കൊണ്ടിരുന്നത്. സാർ, ഇന്നാളെ അതിന്റെ റിസൾട്ട് വന്നപ്പോ NRHM കമ്പനി, IRDP കമ്പനിയും അളവിൽ കൂടുതൽ വിഷതാപം ഒഴുക്കണമെന്ന് റിപ്പോർട്ട് വന്നില്ലേ? എന്നിട്ട് അവർക്ക് ഒരു നോട്ടീസ് കൊടുക്കുക, അത് പൂട്ടിക്കുക ചെയ്തോ? നോട്ടീസൊക്കെ അതാത് സമയത്ത് അവിടെ എത്തിക്കണ്ട്. പിന്നെ പൂട്ടിക്കാന്ന് പറഞ്ഞാല് 10,000 ചില്ലാനം 6,000 ചില്ലാനൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യണ ഒരു സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുങ്ങേ ഓടി അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് പൂട്ടിയൊക്കെ പറഞ്ഞാൽ ഞാൻ പൂട്ടുന്നാക്കോലായിട്ട് നടക്കില്ല. സാറേ, 6,000 പേര് തൊഴിലെടുക്കുമ്പോൾ ലക്ഷങ്ങളാണ് കൃഷിയും കുടിക്കാനും കുളിക്കാനും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അവരുടെ ആരോഗ്യവും പുഴയൊക്കെ ആര് സംരക്ഷിക്കും? അതിന് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ നിങ്ങൾ? ഇതെന്താണ് ഇപ്പം മത്സ്യങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം? മത്സ്യം ചത്തുപോകുന്നതുകൊണ്ട് അവരുടെ ജീവിതം. അപ്പൊ സുഖല്ലേ നിങ്ങൾ പോയിട്ട് നടുകടലിൽ ചെന്ന് വല വീശി പിടിക്കണ നേരം കൂടെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ചത്തുപോങ്ങല്ലേ വിറക്കി വിറ്റാ പോലെ. എന്നിട്ട് നാട്ടുകാരുടെ തല്ലുകളാണ് ഈ വെട്ടത്തിൽ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ വിസ ഇല്ല. നിങ്ങൾ ഈ കൊണ്ടുവരുന്ന മീനൊക്കെ നല്ല ഒന്നാന്തരം മീനാ. വിഷയത്തിൽ നിന്ന് നമ്മളുടെ വിഷയം ഇവിടെ പെരിയാറ് മലിനമാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പെരിയാറ് മലിനാക്കണത് ഞാനും എന്റെ കുട്ടികളും ഭാര്യയും കൂടിയിട്ടല്ല. അല്ല, അത് ഈ പ്രദേശത്തുള്ള അവിടെ ആ പ്രദേശത്ത് താമസിക്കുന്ന നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ഫാക്ടറികളിൽ നിന്നും ഇതൊക്കെ വരുന്ന മലിനീകരണങ്ങളാണ്. നടപടി സ്വീകരിക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്തമല്ലേ? നടപടി സ്വീകരിക്കാൻ പറഞ്ഞ ഇവിടുന്ന് പേപ്പർ കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് പെരിയാറിലേക്ക് പറഞ്ഞത് മലിനക്ക് ഇങ്ങനെ പോയി തടയാൻ പറ്റുമോ? കൈക്കൂലി മേടിച്ചിട്ടുള്ള നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ബാലൻ. നിങ്ങളുടെ പേരോ? എന്റെ പേര് സുമേഷ്. സുമേഷും ബാലിനും ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇതിന്റെ ആരാണ്? ഞാൻ ഇതിന്റെ ചെയർമാനാണ്. ആ നേതാവല്ലേ? അപ്പൊ ഒരാൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ രണ്ടാണോ പുറത്തേക്ക്? നിങ്ങൾ നേതാവ് പറഞ്ഞ പോലെ എല്ലാം ശരിയാക്കിയിട്ടോളൂ അങ്ങോട്ട് വരാം. പിന്നെ നേതാവായിട്ട് പിന്നെ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. പോയിരു നിങ്ങൾ അങ്ങോട്ട് നിന്ന് നിൽക്ക്. നിങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമല്ലേ? ഓഫീസാണ്. അത് ഓഫീസിന്റെ ഉള്ളിലേക്ക് പോലെ പുറത്തെ വഴിയാതാണ്. അങ്ങോട്ട് പോ, അതിലെ പോ. അങ്ങോട്ട് ഒക്കെ കൂടി ബഹളം ഉണ്ടാക്കിയിട്ട് തിക്കും തിരക്കുണ്ടാക്കുക. എന്താണ് ഇപ്പൊ ഈ സംഗതി പറഞ്ഞെന്താ മനസ്സിലാവുണ്ടോ? ഈ സംഗതി നിങ്ങൾ നേതാവല്ലേ? നിങ്ങൾ നേതാവൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നോളാം. ഞാൻ ഇവിടെ ഓഫീസറായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ചത്ത് ചീഞ്ഞതായാലും വേണ്ടില്ല, എങ്ങനത്തെ ബസട്ടതായാലും വേണ്ടില്ല, നമ്മുടെ ആൾക്കാർ ഇതൊക്കെ മേടിച്ച് തിന്നോളും. പരിഹാരം എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കാണണം നിങ്ങൾ തന്നെ. ഈ കമ്പനികളുണ്ടല്ലോ, അവരൊക്കെ ഇവരോടൊക്കെ പറഞ്ഞിട്ടേ എന്തെങ്കിലും അതിന് വേണ്ട ഒരു നടപടിയൊക്കെ എടുക്കുക. ചർച്ച നടത്തണം കുറച്ച്. എന്നിട്ട് ആ ചർച്ച നടത്തിയിട്ട് ഇവിടെ വായോ. അപ്പൊ നമുക്കത് പകുതിശാക്കാം ചർച്ച. അത് കുഴപ്പമില്ല. അത് പറഞ്ഞ് സ്വകാര്യം പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളൊരു നേതാവല്ലേ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ ഓഫീസറാണ്, എനിക്ക് ജീവിക്കണ്ടേ? ലോകത്ത് എല്ലാവരും സുഖമായിട്ട് ജീവിക്കട്ടെ. പിന്നല്ലാണ്ട് ആൾക്കാർ ഒട്ടന്മാരല്ല, അവരെന്തും മേടിച്ചു തിന്നും. ഏത് ദിവസം ഇവിടുന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റുള്ള രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അവർ സമ്മതിക്കൂല. വിഷമുള്ളത് അവർ മേടിക്കൂല. അവിടുന്ന് ഒന്നും അങ്ങോട്ട് കയറ്റുമതി ചെയ്യിക്കൂല. നമുക്കെന്തും മേടിച്ചില്ല. അതൊക്കെ ഞാൻ സംസാരിച്ചു. നിങ്ങൾ എന്റെ നിലപാടൊക്കെ എന്താ ചെയ്തോളാം. ഒറ്റക്ക് മാത്രം വന്ന പോലെ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ആയിട്ട് ഇടുവാ ഒരു ദിവസം കേട്ടോ. അത് വിളിച്ചോ. എന്റെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ 2 അടിയും കൊടുത്തോ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ശരി, അങ്ങനെ ആവട്ടെ.